തൂതര് അളിയാഞ്ഞു തങ്ങൾക്ക് ഇനിയും മുത്തായ മാതുറ മഹിള പ്രതിമ മുത്തു റസൂലിൻ കര ഇന്റെ കാസ്യ ഫാത്തിമ മരുമാനം സുന്ദരി പരഖാനെ താങ്കരി കാലിത്ത കൂതർബ സിരിക്കാര സുന്ദരി അരിമുല്ല ഫാത്തിമ അറിവപ്പു ഫാത്തിമ അല്ലാഹുവിന്റെ തൂതര് സവിധം വന്നു നിന്ന് വിശേഷകൾ ഗസലുകൾ പാടി പറഞ്ഞൊരു മധുഹിൻ പാട്ട് അതരം നിറയും കൽപ്പ് കുളിരണി ആ സ്വരം കേട്ട് ഫിദാ ഹബീബ ഉമ്മി യാ റസൂലല്ലാഹ് ഫിദാ ഹബീബ ഉമ്മി യാ ഹബീബല്ലാഹ് കുട്ടിക്കാലത്തെ കണ്ണുകയും പൊന്നിപ്പയും കഥക്കെട്ടിത്തന്നു മക്കമായി തനി പോരിത്തരി സഹരിയും ചരിതം പറഞ്ഞു തന്നു പള്ളിക്കൂടത്തിലെ എന്തിന്റെ ചോദിച്ചു ഒന്നായി കുട്ടിനെ കാട്ടിത്തന്നു അപ്പമാണ് ജിന്നുള്ളിൽ പറഞ്ഞിരുന്നു ഇന്നു വസന്തനാള് പുണ്യരകണിച്ചുണ്ട നാള് ആകാശം പൊന്നങ്കിൽ മാനത്തിന് താഴെ വരുന്ന നാള് പുതുവിയതി സനതി യാ റസൂലല്ലാഹ് ആഖിറത്തിൽ ഔദു കൗസരേകുറുല്ലാഹ് എനിക്കെന്റെ തോഹാന്റെ തിരുവദനം കാണണം എനിക്കെന്റെ നൂറിന്റെ തിരുപ്രകാശമേക്കണം ഒരു നാളിന്റെ കൂടെ കരവില്ലണയണം സവിധം വന്നു നിന്ന് എന്നെ ആശ തീർക്കണം സൗരനാമാട്ടിൽ നോവിച്ചിട്ട് കാലെടുത്തില്ലെന്ന് സുറ്റിക്ക് അംഗമറിഞ്ഞെന്ന് കേട്ടയുടനെന്ന് വാളെടുത്തു ഫാറൂഖ് സൗരനാമാട്ടിൽ പാമ്പ് നോവിച്ചിട്ട് കാലെടുത്തില്ലെന്ന് സുറ്റിക്ക് അംഗമറിഞ്ഞെന്ന് കേട്ടയുടനെന്ന് വാളെടുത്തു ഫാറൂഖ് അത്ര വരുന്നേ എൻ്റെ ഹബീബേ കാലടിയുണ്ട് മുഹബത്ത് ആശിക്ക് ശീലുകൾ കേട്ടോടിയിരിക്കുമ്പോൾ നെഞ്ചിലൊരാഹത്ത് ഒന്ന് വിളിച്ചൂടെ ഹബീബേ ചാരത്തിരുത്തിക്കൂടെ റൂഹ് മുറിച്ചു തരാം പകരം നാമുഖം കാണിച്ചൂടെ പുതുവിയതി യാസനതി കുമ്പക്കുടത്ത് കുന്തത്ത മുനാലിട കുമ്പേവ കുമ്പക്കുടത്ത് കുന്തത്ത മുനാലിട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോടും
നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സേവനം ഞങ്ങൾക്ക് കർമ്മമാകേണം സേവനം ഞങ്ങൾക്ക് ധർമ്മമാകേണം തവദാസ ഞങ്ങൾക്ക് അഭിമാനമെന്നും ജനസേവകരായി കഴിയുകയെന്നാൽ മാതൃഭൂമിക്കായി ജീവൻ നയിക്കാൻ മാതൃഭൂമിക്കായി ജീവൻ ത്യജിക്കാൻ മാതൃഭൂമിയിൽ തന്നെ ജീവിതം പോകാൻ ജീവിതദാതാ നീ അനുഗ്രഹമേകൂ ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും മഹീതമാ ഭക്തി തന്ദാനമൊന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സ്വാഗതം പറയുന്നതിന് വേണ്ടി കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ വകുപ്പ് ചെയർമാൻ അബ്ദുസ്സലാം മുക്കൂടൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സുഹൃത്ത് MC കുഞ്ഞാപ്പു, പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുർഷിദ നിസാർ, അതുപോലെ തന്നെ ആസിയ ഹംസ, മറ്റു പഞ്ചായത്ത് മെമ്പർമാർ, ICD സൂപ്പർവൈസർ, പ്രിയപ്പെട്ട നല്ലവരായ എൻ്റെ പരിവാറിൻ്റെ സുഹൃത്തുക്കളെ, അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭിന്നശേഷി കലാമേള താരോത്സവം 2025 എന്ന ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയത്. കഴിഞ്ഞ 5 വർഷം ഞങ്ങളുടെ 2020 ഞങ്ങൾ അധികാരത്തിൽ കയറിയ അന്ന് മുതൽ ഇന്ന് ഞങ്ങളുടെ അവസാനത്തെ ഈ ഭരണസമിതിൻ്റെ അവസാന ഒരു പരിപാടി കൂടിയാണ് ഇന്നത്തെ ഈ ചടങ്ങ്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളൊക്കെ വളരെ ഭംഗിയായി ഞങ്ങൾക്ക് പരിപാടി നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ സൂപ്പർവൈസർമാരാണ്. അപ്പോൾ ഇപ്പോൾ പരിവാറിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ, നിങ്ങളുടെ ഒരു ആഗ്രഹം, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ നമ്മുടെ കുഴിമണ്ണ പഞ്ചായത്തിലെ പൾസ് സ്കൂൾ എന്ന് ഓപ്പൺ ആക്കും എന്നുള്ളൊരു ആഗ്രഹമാണ് നിങ്ങളെല്ലാവരും മനസ്സിലുള്ളത്. പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ അധ്യക്ഷയിലും മറ്റു ഭരണസമിതിയുടെ അധ്യക്ഷയിലൊക്കെ ഞങ്ങൾ യോഗം കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനൽ ഇംപ്രൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞങ്ങൾ വാക്ക് തരുന്നു, ഞങ്ങളെ ഭരണസമിതി വാക്ക് തരുന്നു. അടുത്ത മാസം തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ബഡ്സ് സ്കൂൾ ഓപ്പൺ ആക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് സുഹൃത്ത് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ പരിവാറിന്റെ പല ആളുകളും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭിന്നശേഷി ടൂർ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള പ്രിലിമിനറി കാർഡുകൾ, അതുപോലെ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ മുൻകൈ എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ, വൈസ് പ്രസിഡന്റ്, എന്റെ സഹപ്രവർത്തകരെ കൂടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് എല്ലാത്തിനും പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെച്ച് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ എല്ലാ ശ്രമവും നടത്തിയിരുന്നു. ഇനിയും ഞങ്ങൾക്കും അതുപോലെ ഇനി വരാൻ വരുന്ന ഭരണസമിതിക്കൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നടപ്പിലാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇപ്പോൾ മക്കളൊക്കെ ഒരുപാട് പരിപാടി രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഉദ്ഘാടന സെക്ഷൻ നമ്മുടെ എല്ലാവരുടെയും സൗകര്യം അനുസരിച്ച് 11 മണിയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പ്രശ്നം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളുടെ ഉദ്ഘാടനത്തിൽ പല പരിപാടികളുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഒന്നുകൂടി മെച്ചപ്പെട്ട സമ്മാനങ്ങളാണ് ഞങ്ങൾ സ്പോൺസർ നിങ്ങൾക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടം, എന്ത് കാര്യം തുറന്നടിച്ച് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് 3-ാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട അലവിക്കുട്ടി മെമ്പർ ആളുകൾ ഈ ചടങ്ങിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വാർഡിന്റെ മെമ്പർ ഈ കഴിഞ്ഞ ഈ പരിപാടിക്കൊക്കെ ചുക്കാൻ പിടിച്ച് വർഷമാണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്ത നമുക്കെല്ലാം ഒരു നേതൃത്വ പാഠം നൽകുന്ന പ്രിയപ്പെട്ട സീമക്കുട്ടി അവരുടെ ഈ ചടങ്ങിൽ സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ പ്രിയപ്പെട്ട സീനത്ത് 1ാം വാർഡ് മെമ്പർ, നേരത്തെ ഭർത്താവിന്റെ അടിപൊളി ഡാൻസ് നമ്മൾ കണ്ടു. ഏത് കാര്യത്തിലും ഭർത്താവാണെയും മക്കളാണെയും ഒരുപോലെ കൊണ്ടു നടന്നു വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ട സീനത്ത് മെമ്പറുകൾ ഈ ചടങ്ങിന് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിന് എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട ടീച്ചർമാർ, എന്റെ ടീച്ചർമാരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ടീച്ചർമാരെല്ലാം യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. കാരണം ഞങ്ങൾക്കുള്ള പണിയും നിങ്ങൾക്കുള്ള റിസ്ക്കും കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ പ്രസിഡന്റ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളോട് എന്ത് കാര്യം എനിക്ക് ചെറിയ വേതനത്തിൽ നിങ്ങളുടെ ഈ വാർഡിന്റെ ഒരു അംഗനവാടി എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ മൂലകളും എത്തി ആ അംഗനവാടി പിഞ്ചു കുട്ടികളെ ആദ്യ അക്ഷരം പഠിപ്പിച്ച് നൽകുന്ന പ്രിയപ്പെട്ട അംഗനവാടി ടീച്ചർമാരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട പരിവാറിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് മക്കൾ പങ്കെടുക്കുന്ന പരിപാടിക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എന്റെ സുഹൃത്തും കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ബാബു ആണ്ടാത്ത് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ ബഹുമാനനായ ബാബു ആനത്താനത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് ഓൾ. ഏറ്റവും ബഹുമാന്യയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജനി ടീച്ചർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുർഷിദ നിസാർ, സ്വാഗത ആശംസിച്ച പ്രിയ സുഹൃത്ത് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം കൂടൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസിയ ഹംസ, നമ്മുടെ അതിഥി പ്രിയ സ്നേഹിതനുമായ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട MC കുഞ്ഞാമ്പു, ഏറ്റവും പ്രിയങ്കരായ എൻ്റെ സഹപ്രവർത്തകർ ആതിര സുധീർ, പ്രിയപ്പെട്ട മെമ്പർ സീമക്കുട്ടി, മുക്തലീബ്, അലവിക്കുട്ടി, പ്രിയപ്പെട്ട സീനത്ത്, വേദിയിലും സദസ്സിലുള്ള മറ്റ് ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട ICDS സൂപ്പർവൈസർ ഷാനി, ICDS വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാളൊക്കെ ഉപരി ഈ മാലാക കുഞ്ഞുങ്ങളെ പോറ്റുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഏറ്റവും പ്രിയങ്കരായ നമ്മുടെയൊക്കെ സ്നേഹഭാചനങ്ങളായ മക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രസംഗത്തിൽ കൂടെ നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കുഞ്ഞുമൈദീൻ സാഹിബുണ്ട്. ഒരുപാട് പേര് പരാമർശിക്കാത്ത എത്രയോ ആളുകൾ, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യണം. കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിൽ 2020 അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ അവസാനത്തെയും അതുപോലെ 2025-26 നമ്മുടെ പ്രിയപ്പെട്ട ഭിന്നശേഷി ക്കാരുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും സഹകരണത്തോടെ നടക്കുന്ന ഈ കലോത്സവം, താരോത്സവം എന്നാണ് നമ്മുടെ പരിപാടിക്ക് പേരിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലെ താരങ്ങൾ ഇവർ തന്നെയാണ്. ഈ താരകങ്ങളുടെ ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ ഉത്സവത്തിന് എത്തിച്ചേർന്നുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. നമ്മുടെ മക്കള് അതൊരു വരദാനമാണ്. അവർക്ക് എത്രത്തോളം ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നോ അത്രത്തോളം ദൈവകൃപയും ദൈവത്തിൻ്റെ മക്കളിൽ നിന്നുള്ള ശ്രദ്ധയും നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ഈ കുട്ടികളെ പോറ്റുന്ന അമ്മമാർ, ഉമ്മമാർ, അതുപോലെ അവരുടെ ഉപ്പമാർ, ആ വീട്ടിലെ മറ്റംഗങ്ങൾ, സാങ്കേതികമായ ഓരോ തടസ്സങ്ങളും നീക്കി ഞങ്ങളുടെ കാലാവധിക്കുള്ളിൽ അത് ഉദ്ഘാടനം ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്വം ഞങ്ങളുടെ നിക്ഷിപ്തമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലാണ്. നിങ്ങളുടെയൊക്കെ സഹകരണത്തോടെ നമുക്ക് അധികം വൈകാതെ 2-3 ആഴ്ചക്കകം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാം. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ വലിയ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായ വലിയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ബോഡി തന്നെ ചെലവാക്കിയിട്ടുണ്ട്. പഞ്ചായത്തും നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ, നമ്മുടെ MLA, ഇവരുടെയൊക്കെ സഹകരണം നമുക്ക് പൂർണ്ണമാർത്ഥത്തിൽ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം വലിയ സ്വപ്നമായി, ഒരു പക്ഷേ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്ഥാപനമായി അത് മാറുകയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളോടൊക്കെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയുന്നുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ ഇത്തരം ചടങ്ങുകൾ അധികം നീട്ടിക്കൊണ്ടുപോകുന്നത് അരോചകമാണെന്നറിയാം. നമ്മൾ ഈ സെഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഉദ്ഘാടനവും മറ്റ് പെട്ടെന്ന് തീരുന്ന ചുരുങ്ങിയ വാക്കുകൾ നമ്മൾ ആശംസകൾ അവസാനിപ്പിച്ചിട്ട് ഈ വേദി നമ്മൾ ഇവർക്ക് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളുടെ സഹകരണം കൂടെ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നമ്മുടെ താരോത്സവം 2025-26 ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ചെറുസ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ബഹുമാനം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, കുഴിമണ്ണ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ബാബു ആനത്താനത്ത് അവர்கள், സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ സലാമുക്കൂടൻ അവர்கள், വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുർഷിദ നിസാർ അവர்கள், ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആസിയാം സാർ അവர்கள், മറ്റു ഭരണസമിതി അംഗങ്ങളായ ആദിര സുദ്ദീൻ, സീമകുട്ടി സാഹിബ്, മുത്തലീബ് സാഹിബ്, അതുപോലെ സീനത്ത് അവர்கள், അതുപോലെ നമ്മുടെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനനായ നമ്മുടെ ബ്ലോക്ക് മെമ്പർ MC കുഞ്ഞാപ്പു സാഹിബ്, അതുപോലെ നമ്മുടെ പ്രിയങ്കരിയായ ICDA സൂപ്പർവൈസർ ഷാനി അവர்கள், എൻ്റെ പ്രിയപ്പെട്ട അങ്കണവാടി ടീച്ചേഴ്സ്, മറ്റു രക്ഷിതാക്കളെ, പരിവാർ ഭാരവാഹികളെ, അതുപോലെ ഡേ കെയർ സെൻറ്റർ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ 2025 താരോത്സവം ഭിന്നശേഷി കലാമേള നമ്മുടെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് അവരുടെ വൈകല്യങ്ങൾ, ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള വൈകല്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനും അതിന് നമ്മൾ ഓരോരുത്തരും പ്രചോദനം കൊടുക്കണം. അവരുടെ രക്ഷിതാക്കൾ, അവരുടെ അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഫീൽഡിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ വേണം അവരെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. അവരുടെ പ്രതീക്ഷ, ഏതൊരു രക്ഷിതാക്കൾക്കും അവരുടെ മക്കൾ പ്രതീക്ഷ തന്നെയാണ്. അതിൽ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് കെടാവിളക്കായി നമ്മൾ ഓരോരുത്തരും ഒപ്പം കൂടെ ഉണ്ടാവണം. നമ്മൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ മാന്യ വ്യക്തിത്വങ്ങളാണ്, എന്നാലും വേണ്ടില്ല അവർക്ക് എപ്പോഴും നമ്മൾ കൂട്ടുണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഭരണസമിതി ഓരോ വർഷവും അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ പദ്ധതികൾ നിർവഹണം ചെയ്യാറുണ്ട്. അപ്പോൾ പദ്ധതിയുടെ 5% നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി പഞ്ചായത്ത് വയ്ക്കാറുള്ളത്. ഓരോ പ്രാവശ്യവും കലോത്സവമായിട്ടും സ്കോളർഷിപ്പായിട്ടും ഉല്ലാസയാത്രയായിട്ടും ഉപകരണങ്ങളായിട്ടും അവർക്ക് വേണ്ടുന്ന, നമ്മൾ അവർക്ക് കൊടുക്കുന്നതല്ല, അവർക്ക് വേണ്ടുന്ന ഡോക്ടർ തീരുമാനിച്ചെഴുതിയ ഓരോ ഉപകരണങ്ങളും നമ്മുടെ പഞ്ചായത്ത് ഭരണ സമിതിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് കൂടെ പ്രവർത്തിച്ച നമ്മുടെ സൂപ്പർവൈസർ, അതിനോടൊപ്പം നിന്ന നമ്മുടെ അങ്കണവാടി ടീച്ചേഴ്സ്, ഈ ഓരോ പരിപാടിയും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്, അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ നമ്മുടെ അങ്കണവാടി ടീച്ചേഴ്സ് ഓടിച്ചാടി നടന്ന് എന്തൊക്കെ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. കലാപരിപാടികൾ നടത്തുമ്പോൾ ഡാൻസാണോ പാട്ടാണോ, ഒരു പരിപാടി സ്റ്റേജിൽ നിന്ന് കയറി ഇറങ്ങുമ്പോൾ അത് നമ്മുടെ കുട്ടികൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലിയ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. കഴിയുന്നവരുണ്ടെങ്കിൽ അത് സാധ്യമാവട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും അവരെ നമ്മൾ ഓരോ സമയത്തും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വൈകുന്നേരം വരെ എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. പിന്നെ അതുപോലെ ഞാൻ പറയുന്ന സ്കോളർഷിപ്പിൻ്റെ കാര്യം. സ്കോളർഷിപ്പ് നമ്മൾ ആരൊക്കെയാണോ അപേക്ഷ കൊടുത്തത് അവർക്കെല്ലാവർക്കും സ്കോളർഷിപ്പ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പേർക്കും കൂടെ ഉണ്ട്, അത് ബില്ല് പാസ്സാക്കിയും വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടും. പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുപ്പിലായ ആളുകൾക്കൊക്കെ നമുക്ക് കിട്ടുന്നില്ല എന്ന്. കൊടുത്ത 130ഓളം ആളുകൾ നമ്മൾ അപേക്ഷ തന്നിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ സ്കോളർഷിപ്പ് സാധ്യമാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയില്ലേ, കുറച്ച് ബില്ലുകളും കൂടെ പാസ്സായി വന്നാൽ ഒരു മോൻ മുന്നോട്ട് ഇപ്പം നിന്ന് കയറി വന്നപ്പോൾ പറഞ്ഞു,
ടീച്ചറെ എന്താണ് ഞങ്ങൾ പൈസ എത്തിയിട്ടില്ല, അതെത്തും കുറച്ച് ദിവസത്തിനുള്ളിൽ അത് ട്രഷറി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് കയറും ചെയ്യും. പിന്നെ ബഡ്സ് സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ബഡ്സ് സ്കൂള് നമ്മുടെ ഒരു ചിരകാല സ്വപ്നമാണ്. അതും തന്നെ ഈ അടുത്ത മാസം ഫസ്റ്റോടുകൂടി നമ്മൾക്ക് അത് പ്രവർത്തനം തുടങ്ങണം ആ ബഡ്സ് സ്കൂളിൽ. അതിനെല്ലാവരും കൂടെ ഉണ്ടാകണം, പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ BRC SSK വിഹിതം എല്ലാ പ്രാവശ്യവും നമ്മൾ പഞ്ചായത്ത് വെക്കുന്നുണ്ട്. 10 ലക്ഷത്തോളം രൂപ, 9 ലക്ഷം 9 ചില്ലറ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതിന് വെക്കുന്നത്. അത് ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ ബഡ്സ് സ്കൂളിൻ്റെ കാര്യം തന്നെ പറഞ്ഞാലും ബ്ലോക്കൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാലോത്സവം 2025-26 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെട്ട ഭിന്നശേഷിക്കാരുടെ കലാമേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ മുൻ പ്രസംഗത്തിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. എന്തായാലും ഇവിടെ എത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പരിപാടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ച എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഈ പരിപാടിക്ക് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, വിശദമായിട്ട് തന്നെ ഇവിടെ ആശംസ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പറഞ്ഞു. നമുക്കറിയാം നമ്മളെ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ ഭാവം നേരുന്നു. പിന്നെ ശേഷികളത്തിനായി വന്നവർക്കെല്ലാം ചൊല്ലി ഒന്നായി ആശംസ പാടി ഒന്നായി ആശംസ ഓതി ഒന്നായി. മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഈ കലാപരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് അടുത്ത 23-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്ത് 8 പഞ്ചായത്തും കൂടി സംഘടിപ്പിച്ച് ചേരുന്ന സംഗമം തൊട്ടടുത്ത MKH ഓഡിറ്റോറിയം പാലക്കാട് വെച്ച് നടക്കുമ്പോൾ അവിടെ 8 പഞ്ചായത്തിലെയും വിജയികൾക്ക് വലിയ വിലപിടിപ്പുള്ള സമ്മാനം ഞങ്ങൾ നൽകുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ ഈ സംഗമം ഇവിടെ വെച്ചായിരുന്നു. അന്ന് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ സംസു സ്വന്തം വീട്ടില് എന്ന് പറയുമ്പോഴുള്ള ഒരു കല്യാണം ഉണ്ട്. അന്ന് എന്നോട് പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോകുന്നില്ല. സത്യത്തിൽ ഭിന്നശേഷി നമ്മളാണ്, നമ്മളെ പൊന്നുമക്കളെല്ലാം. അത്രയും ഭംഗിയുള്ള കലാപരിപാടികളാണ്, നൃത്തമാണ്, ഒപ്പനയാണ്, സംഘനൃത്തമാണ് നമ്മുടെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അന്ന് ആസ്വദിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അന്ന് കല്യാണത്തിന് പോയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കലകൾ, ഇവരുടെ കലകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ്. കലാകുരുസിദ്ധമായ കലാലയ അന്തരീക്ഷത്തിൽ കലയെ തേടിയെത്തുന്നവന്റെ പേര് വിദ്യാർത്ഥി എന്ന് നമ്മുടെ ഭാസ്കരൻ നായരുടെ കവിത ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവരൊക്കെ ചില നൃത്തങ്ങളും അതുപോലെയുള്ള പരിപാടികളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ബാബു പറഞ്ഞു ദൈവത്തിന്റെ മക്കളാണ് നമ്മുടെ ഈ പൊന്നുമക്കളുണ്ട്. അതൊരു സംശയമില്ല. ആരോ യതീമിനെ രക്ഷിക്കും അവനുമായി അണയും ഞാൻ 2 വിരൽ പോലെ മഹശറയിൽ. പ്രവാചകന്റെ വചനമാണ്. അത്ര മഹത്വമേറിയ ഒരു സദസ്സാണ് ഇത്. മാക്സിമം നിങ്ങൾക്കൊക്കെ വേണ്ടി നേരത്തെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ ഫണ്ട് മാക്സിമം വർദ്ധിപ്പിച്ച് നിങ്ങളും സഹകരിക്കാൻ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പരിപാടി ഗംഭീരമാക്കി തീർക്കാൻ 23-ാം തീയതിയിലത്തെ പരിപാടി ഗംഭീരമാക്കി തീർക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭിന്നശേഷി BRC കെട്ടിടം 1 കോടിയിലധികം ചെലവ് ബ്ലോക്ക് പഞ്ചായത്തും ചെലവഴിച്ചിട്ടുണ്ട്. അവിടെ ബഡ്സ് സ്കൂള് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രാരംഭം കുറിക്കുമ്പം അതോടൊപ്പം തന്നെ ഞങ്ങളും ഞങ്ങളുടെ സംരംഭം ആ ദിവസം തന്നെ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ എല്ലാ മെമ്പർമാരും ഒരേ ശബ്ദത്തിൽ നമ്മുടെ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉറപ്പ് നൽകി നമ്മുടെ MLA യുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് യാതൊരു സംശയമില്ല, അത് നാടിന് സമർപ്പിക്കും ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ നീട്ടിപ്പറ്റി പറയുന്നില്ല, കാരണം എല്ലാവരും ഇതിൻ്റെ ആവശ്യകത പറഞ്ഞു. നമ്മുടെ കാലോത്സവം 2025-26 സാമ്പത്തിക വർഷത്തിൽ കലോത്സവമാണ് നമ്മളിവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ ചേർന്ന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 5ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള കലോത്സവത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. തുടക്കം മുതൽ നല്ല നല്ല പാട്ടുകൾ കേട്ടു, ഡാൻസ് കണ്ടു, വെൽക്കം ഡാൻസ് കണ്ടു, പ്രാർത്ഥന എല്ലാം വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വന്നവരെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല നല്ല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനും അതിൽ സന്തോഷിക്കാനും ഉള്ള അവസരങ്ങൾ നിങ്ങൾ ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇനിയും നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു. നമസ്കാരം. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം എല്ലാവരും അക്ഷമരാണ് നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട്. ഏതായാലും ഈ സ്റ്റേജിൽ വന്നിരിക്കുന്ന ഞങ്ങളിൽ ICDS സൂപ്പർവൈസർ ഒഴിച്ച് മറ്റുള്ളവർക്ക് എല്ലാം ഒന്നിരിക്കേണ്ട കാര്യം ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ നടത്താൻ സാധിപ്പിച്ചത് മുഴുവൻ അംഗനവാടി വർക്കേഴ്സും മറ്റുമാണ്. അവർക്ക് ആദ്യമായിട്ടൊരു അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ഭാവങ്ങൾ നേരുകയാണ് ചെയ്യുന്നത്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കരുത്തയായ ICDS സൂപ്പർവൈസർ ഷാനി അവരുടെ സ്നേഹഘോഷം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ താരോത്സവം 2025 ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നടന്നു. ഉദ്ഘാടന സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവസാനിക്കാറായി. എല്ലാവരും നമ്മുടെ ഭിന്നശേഷിക്കാരുടെ പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന് പറയാം. സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉത്തരവാദിത്വം നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ചാർജ് എന്നുള്ള നിലയ്ക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ഓരോരുത്തരെ എടുത്തു പറയുകയും ചെയ്യാം. ആദ്യം തന്നെ ഭരണസമിതി അംഗങ്ങളെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ പ്രോഗ്രാം ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടെ ഇരിക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന ഉദ്ഘാടന സെഷനിൽ എത്തിയിട്ടുള്ള സമയത്തിനെത്തിയിട്ടുള്ള എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നീടുള്ളത് പ്രധാനപ്പെട്ട ഈ പരിപാടിക്ക് നിറം നൽകാനെത്തിയിട്ടുള്ള എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾ, അവരാണ് ഈ പരിപാടിയുടെ എല്ലാം അവർ ഈ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടാണ് ഇവിടെ ഈ പരിപാടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ഈ പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാരൻസ്, ടീച്ചേഴ്സ്, ഡേ കെയർ സെൻറ്റർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഭംഗിയാക്കാൻ ശ്രമിച്ച ഇവർക്ക് ഏവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗവും അല്ലെങ്കിലും ഈ പ്രോഗ്രാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരുപാട് പേരുകൾ എനിക്ക് എടുത്തു പറയാനുണ്ട്. പക്ഷേ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അവർക്കറിയാൻ പറ്റും ആരൊക്കെയാണെന്നുള്ളത്. അവരേവരെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ കൂടെ ഈ പ്രോഗ്രാമിന് എൻ്റെ കൈയും കാലും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ അംഗൻവാടി വർക്കർമാർ, അവരെ ഞാൻ നന്ദിയോടുകൂടി സ്മരിച്ചു കൊള്ളുന്നു. ഇതിന് ലൈറ്റ് ആൻഡ് സൗണ്ട് നൽകിയ, അതുപോലെ തന്നെ ഓഡിറ്റോറിയം വിട്ട് നൽകിയിട്ടുള്ള KK ഓഡിറ്റോറിയത്തിൻ്റെ ഓണർ, അവരെയും പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് ശബ്ദം നൽകുന്നത് നമ്മളുടെ തന്നെ ഒരു മെമ്പറാണ്. മെമ്പർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ വാർഡ് മെമ്പറാണ് ഇതിൻ്റെ പ്രോഗ്രാമിന് പിന്നിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അധ്യക്ഷൻ്റെ പെർമിഷനോട് കൂടി തന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടന സെഷൻ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. ജസ്റ്റ് ഒരു കാര്യം മിസ്സായി പോയത് പറയാൻ അനുവദിക്കണം. കഴിഞ്ഞ വർഷത്തെ സ്കോളർഷിപ്പ് പ്രസിഡന്റ് പറഞ്ഞു, എങ്കിലും ഒന്ന് പറയുകയാണ്. ഈ ഭരണസമിതി നിങ്ങളുടെ
കഴിഞ്ഞ വർഷത്തെ സ്കോളർഷിപ്പ് മുഴുവൻ തുകയും പാസ്സാക്കിക്കൊണ്ട് പുതിയ പ്രോജക്റ്റ് വെച്ച് പാസ്സാക്കി ബില്ല് ട്രഷറിയിൽ എത്തിക്കേണ്ട താമസമേ ഉള്ളൂ. അതിനുള്ള 2 ദിവസത്തെ തിരക്ക് കാരണം എത്തിച്ചിട്ടില്ല. നാളെ അത് ട്രഷറിയിൽ എത്തിക്കുന്നതാണ്. കിട്ടാത്തവർക്കും അതുപോലെ തന്നെ മുഴുവൻ കിട്ടാത്തവർക്കും മുഴുവൻ എമൗണ്ടും അടുത്ത ഈ ആഴ്ചയ്ക്കുള്ളിലായിട്ട് തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫസ്റ്റ് ദിവസങ്ങളിലായിട്ട് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗുജറാത്തി കാൽക്കട കെട്ടിയ മലയാളി പെണ്ണാടു നീ, പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാടു നീ, മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലത്തിന് തഞ്ചപ്പോലി പഞ്ചാര പൂക്കുയിലേ. മലയാളി പെണ്ണാടു നീ, പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാടു നീ. എന്താണ് ജീൻസൊക്കെ ഇട്ട് പോകുന്നത്? മധുസൂദനായ പാടിയ പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്.
ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതം നീ തന്നു. എന്റെ ചിറകിന് ആകാശവും നീ തന്നു. നിന്റെ ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിന് ആകാശവും നീ തന്നു. നിന്റെ ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നത് എന്നു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നത് എന്തെന്നു വേറെ. ജീവൻ ഒഴുകുമ്പോഴും തുള്ളിയൊഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെന്ന് വേറെ. നിലവിന്റെ ഇരുളായി നിന്റെ പണത്തിനെ വിരിച്ചത് ആകാശം എന്നു വേറെ. നിലവിന്റെ ഇരുളായി നിന്റെ പണത്തിനെ വിരിച്ചത് ആകാശം എന്നു വേറെ. ഒരു കൊച്ചു രാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിന്റെ താരാട്ടും തളരുമ്പോഴും കനിവിലൊരു കല്ല് കനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. لا تنسي حد البلو والله علي
Thank you.
മദീന കാമിലർക്കും നബിയുറങ്ങും എൻ്റെ മദീന 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 എൻ്റെ മദീന മെഹബൂബ് നബിയുറങ്ങും എൻ്റെ മദീന. ഈ മോന് ഡാൻസിനാണ് പേര് തന്നിട്ടുള്ളത്. മൈക്ക് കണ്ടപ്പോൾ പാട്ട് പാടിയത് കേട്ടോ. എന്താണ് പേര്? മുഹമ്മദ് ഹാദി. ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞടാ. പൊട്ടപ്പെട്ട നോക്കടാ. തുടുത്ത പുങ്കവി നത്ത കുഞ്ചിമിഴി മുത്താരം മുകില മുത്തമേകൻ. ഇനിയോട് ഞാൻ പറഞ്ഞില്ല. നീ എന്താന്ന് ആലോചിക്കും. വിജയന്റെ കൊച്ച പിടിച്ചു വന്നാൽ തക്കിടി കിളി കൂട്ടി കത്തിയാതെ കൂട്ടുകാരൊക്കെ കുണ്ടന്മാരാണ്. இல்ல பக்கத்துல 3 மாசம்
സ്വന്തമായിട്ട് പാടിട്ടാ, നല്ല ശബ്ദം. ഇനി പാട്ട് പഠിക്കണം കേട്ടാ, നമുക്ക് വേറെയും പാട്ട് പാടാം. Yeah.
ഇതുപോലെ പാടിയിട്ടുണ്ട്. പടപ്പ് പാടപ്പോട് തിരിച്ചെത്തിരു നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, പൊന്നാലെ പള്ളികൾ ക്ഷേത്രങ്ങൾ തീർക്കേണ്ട. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിലേതും നിസ്കാര പായ വിരിക്ക്. എത്ര അർത്ഥവത്തായ വരികളാണ്. ഈ കെട്ടകാലത്ത് സമൂഹത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാവണം. എത്തി മിന്നത്താണി ഏകിക്കൊണ്ടത്താണം, എത്തിക്കുന്നോർക്കെന്നും സ്വർഗത്തിൽ അത്താണം. Thank you.
Thank you.
Thank you Dilna Fatima.
ഈ തിരിച്ചുവല്ലോ തങ്ങളെ ഓർമ്മകളും ഇല്ല, ഞങ്ങളൊരിക്കലും പകർന്നുകില്ല. ഞങ്ങളെ നല്ല രസമുള്ള കവിതയാണ് കേട്ടോ ഷാക്കിർ പാടിയത്. അഫ്സിന നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം അവതരിപ്പിക്കുന്നു. Thank you.